Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു തിക്ക് ഗ്രേവി. ചപ്പാത്തിക്കൊക്കെ നല്ല ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ സോയ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ഹെൽത്തിയുമാണത്, ടേസ്റ്റിൻ്റെ കാര്യം മാത്രമല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒന്നാണ് സോയ ചങ്ക്സ്. അപ്പോൾ അതെങ്ങനെ ഒരു വെറൈറ്റി രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകാം വീഡിയോയിലേക്ക്. നമ്മൾ സോയ ചങ്ക്സ് കറി ഉണ്ടാക്കാനായിട്ട് ആസ് യൂഷ്വൽ നമുക്ക് വേണ്ടത് സോയ 150 ഗ്രാമോളം സോയ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2-3 മീഡിയം ലെവലിലുള്ള എന്താ പറയുക നമ്മുടെ ഉള്ളി, സവാള ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ വലിയ ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ കറികളിലും മസാല കറികളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളായ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, നമ്മുടെ കയ്യിലിരിക്കുന്ന മസാലപ്പൊടി എന്താണോ അത് നമുക്ക് യൂസ് ചെയ്യാം. ചിക്കൻ മസാല യൂസ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടമുള്ള മസാല ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ സോയ ചങ്ക്സ് നമ്മൾ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളത്തിലിട്ടിട്ടാണ് അത് കുതിർത്തിയെടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോയ ചങ്ക്സിൻ്റെ കളറൊന്ന് മാറി ഒരു മഞ്ഞ കളറോടുകൂടി കിട്ടാനും പിന്നെ അതിനകത്ത് എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ പോകാനും എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നു. ശേഷം അതിനകത്തേക്ക് കുറച്ച് നേരം ഇത് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പോഴത്തേനും പിന്നെ പതുക്കെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം. ഇതൊക്കെ എല്ലാവരും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറയാതെ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുതിർത്തി ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കാം. സോയ ചങ്ക്സ് വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനുള്ള വെള്ളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ശകല മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഗ്രേവിയിൽ യൂസ് ചെയ്യാൻ എടുത്തു വെച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട്. അതിനുശേഷം നമുക്ക് ഈ സോയ ചങ്ക്സിന് ആവശ്യമുള്ള ഉപ്പും കൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അകത്തേക്ക് വെള്ളം കയറുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ പിടിച്ചു കഴിയുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാനാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ സോയ ചങ്ക്സ് അതിനകത്തേക്ക് ഇടുന്നു. വെള്ളം ഒരുമാതിരി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സോയ ചങ്ക്സ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നു കേട്ടോ. തിളച്ച വെള്ളമാണെങ്കിൽ കൂടി ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുകയോ അല്ല നല്ല തിളച്ച് കഴിയുമ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് ഒരു പാത്രം വെച്ച് അങ്ങ് അടച്ചു വെച്ചാലും ഇതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത് വലുതായി അതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ മാറി വന്നോളും. നമ്മളുടെ സോയ ചങ്ക്സ് കണ്ടില്ലേ, അത് നന്നായിട്ട് വെള്ളം അതിനകത്ത് കയറി ഇത് വീർത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് കുറേ പ്രാവശ്യം പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് പിഴിഞ്ഞ് അതിന് ഭയങ്കര ഡ്രൈ ആക്കി വയ്ക്കും. അത് ഒരിക്കലും അത്രയും ഡ്രൈ ആക്കി എടുക്കരുത്. ചെറുതായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയാൻ പാടുള്ളൂ, അല്ലാതെ മാക്സിമം അതിൻ്റെ വെള്ളം പിഴിഞ്ഞ് കളയാതിരിക്കുക. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് പച്ചവെള്ളത്തിൽ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകി കുറച്ച് ചെറുതായിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ വന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് മസാല വരട്ടി വയ്ക്കുന്നു കേട്ടോ. നമ്മൾ സോയ ചങ്ക്സ് 2-3 പ്രാവശ്യം നല്ല പച്ചവെള്ളത്തിൽ കഴുകിയതുണ്ടോ, കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, മുഴുവനായിട്ട് അങ്ങനെ ഞാൻ പിഴിഞ്ഞ് കളഞ്ഞിട്ടില്ല, കുറച്ച് വെള്ളം അതിനകത്ത് ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നതിന് ശകലം മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമുക്ക് ഓൾറെഡി അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്, കുറച്ച് ഗരം മസാല, ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ സോയ ചങ്ക്സ് ഇതിനകത്തൊന്ന് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുന്നു. നമ്മളിതിനകത്ത് എല്ലാ മസാലകളും ഒരുമാതിരി മസാലകളെല്ലാം നമ്മൾ ഈ സോയ ചങ്ക്സിന് ആവശ്യമുള്ള മസാലയെല്ലാം ഇതിനകത്ത് പുരട്ടി, ഉപ്പുണ്ട്, മുളകുണ്ട്, മസാലയുണ്ട്, എല്ലാം നമ്മൾ മിക്സ് ചെയ്തു. ശേഷം ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷാഡോ ആയിട്ടൊന്ന് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു. അപ്പോൾ എണ്ണയിൽ കിടക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് എണ്ണയിൽ ഒഴിച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു, കുക്കിംഗ് ഓയിൽ കേട്ടോ. നമ്മുടെ കുക്കിംഗ് ഓയിലാണ്, സൺഫ്ലവറിൻ്റെ ഓയിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സോയ ചങ്ക്സ്, നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന്
ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് ഫ്രൈ ആയി വരണം. കാരണം നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ഡ്രൈ ആക്കാതെ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ ആ സോയ ചങ്ക്സ് എല്ലാം കടിക്കുമ്പോൾ ഒരു എന്തോ ഒരു ടേസ്റ്റാണ് അതിന് തോന്നുന്നത്, അല്ലാതെ കുഴഞ്ഞിരിക്കുന്ന ഒരു രൂപത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമായിരിക്കും നല്ലത്. നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ റെഡിയാക്കി എടുക്കണം. ഇതിവിടെ സിമ്പിളായിട്ട് കിടന്നോട്ടെ കേട്ടോ. കിടന്ന് പതുക്കെ നന്നായിട്ടത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുൾ ടൈം കൂടെ നിൽക്കുകയൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇടയ്ക്ക്. അതിനുശേഷം അതൊന്ന് ഫ്രൈ ആയി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ളിയൊക്കെ വേറിട്ട് കിടക്കില്ല. നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക. തക്കാളി ഇതുപോലെ തന്നെ അരച്ചെടുക്കും. പക്ഷേ നമ്മൾ ആദ്യം ഉള്ളി അരച്ചെടുത്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് തക്കാളി അരച്ചത് ചേർക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മളുടെ സോയ ചങ്ക്സ് അവിടെ ഫ്രൈ ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, നമ്മുടെ ഉള്ളി പേസ്റ്റ് ആക്കിയത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുകൂടി ഒന്ന് അരച്ച് വച്ചേക്കാം. ബിക്കോസ് നമുക്കത് ചെയ്യണ സമയത്ത് ഇതെല്ലാം അരച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം സമയം എടുക്കില്ല. അതിന് വേണ്ടിയിട്ട് കേട്ടോ. ഒരു തക്കാളി നന്നായിട്ട് പ്യൂരിയാക്കി എടുത്തു, നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ ഉള്ളിയായി, തക്കാളിയായി. ഇനി നമുക്ക് നമ്മളുടെ എന്താ പറയുക സോയ ചങ്ക്സ് ഡ്രൈ ആയെന്ന് നോക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് റെഡി ആവണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ വെറുതെ തിന്നാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തി കറി ഉണ്ടാക്കണതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഗ്രേവി ആക്കിയ ശേഷമാണ് കഴിക്കുന്നത്. അല്ലാതെ പോലും കുട്ടികൾക്ക് ഇതുപോലെ വൈകുന്നേരം 4 മണിക്ക് സ്നാക്സ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിച്ചോളൂ. അത്രയും ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വെള്ളം അത്രയും പിഴിഞ്ഞ് കളയരുത് എന്ന് പറയുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. നമ്മളുടെ സോയ ചങ്ക്സ് നോക്കിയാൽ മനസ്സിലാവും ഒരുമാതിരി കണ്ടോ, ഒരുമാതിരി ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഓരോ നോക്കിയാൽ മനസ്സിലാവില്ലേ, ഒരുമാതിരി ഡ്രൈ ആയിട്ടുണ്ട്. ഏതാണ്ട് ഒരു ചിപ്സിൻ്റെ രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെറുതെ കുട്ടികൾക്ക് ഫ്രൈ ആക്കി ഇതുപോലെ ഷഡോ ഫ്രൈ ചെയ്ത് കൊടുത്താലും അവർ ഭയങ്കര ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും എന്ന് പറയാനുള്ള കാരണം ഇതാണ്. നമ്മൾ ആദ്യം മസാല പുരട്ടി വെച്ച പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നു. സെയിം പാൻ തന്നെ വെച്ചു. നമ്മൾ ആ എടുത്ത് വെച്ചിരുന്ന എന്താ പറയുക സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന് മാറ്റി വെച്ചേ ഒരു പാത്രത്തിലേക്ക്. അതിനുശേഷം നമ്മൾ ഒരു 1.5 ടീസ്പൂണോളം എണ്ണ ഒഴിക്കുന്നു, കുക്കിംഗ് ഓയിൽ ചേർക്കുന്നു. 1.5 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ചേർക്കുന്നത് വളരെ കുറച്ച്, ഒരു 1/4 ടീസ്പൂണോളം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനി ഈ സമയത്ത് കടുക് ചേർക്കാൻ ചിലർക്കുണ്ട്, കടുക് ചേർത്തില്ലെങ്കിൽ പറ്റില്ല എന്നുള്ളവർക്ക് കടുക് ചേർക്കാം കേട്ടോ. നമ്മൾ ജീരകമാണ് അതിനകത്ത് ചേർക്കുന്നത്. ജീരകം ചേർത്തു. ജീരകം ഒന്ന് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. കടുക് പൊട്ടുന്ന പോലെ ഒച്ചയും ബഹളമൊന്നും പറ്റില്ല ഇതിനകത്തുനിന്ന്, അറിയാമല്ലോ അല്ലേ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്തു വച്ചിരുന്ന ഉള്ളി പേസ്റ്റ്, ഉള്ളി, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്നത്. അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തു. ഇനി നമുക്ക് ഇതിനകത്ത് ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഓൾ സ്പൈസസ് വേണമെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് കൂട്ടാൻ ഉപയോഗിക്കുന്നതാണ്. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഓൾറെഡി കുറച്ച് ഗരം മസാലയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ വലിയൊരു ആവശ്യകത വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് ടേസ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഫ്രൈ ചെയ്യുമ്പോൾ അത് ചേർത്തതിന് ശേഷം ഉള്ളി ഇട്ടാൽ മതി. ഇതൊന്ന് ഈ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണോടം വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ ചേഞ്ചസ് കണ്ടാൽ മനസ്സിലാവും. ഈ സമയത്ത് നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നു നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി അല്ലേ. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പാണല്ലോ, ആദ്യത്തെ ഉള്ളിയുടെ കൂടെ തക്കാളി അരച്ചില്ലായിരുന്നു. രണ്ടാമതാണ് നമ്മൾ തക്കാളി ചേർത്തത്. സോ ഈ തക്കാളി ഇതിനകത്ത് നന്നായിട്ട് മിക്സായി വരണം. അതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണേ. ഈ തക്കാളിയുടെ പച്ച മണം മാറുന്ന വരെ പിന്നെയും വഴറ്റും. തക്കാളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്.
ഇത് രണ്ടും ഉള്ളി മിക്സായി, തക്കാളി മിക്സായി. പിന്നെ നമ്മൾ ലാസ്റ്റ് ആദ്യം നമ്മൾ സോയ ചങ്ക്സിൽ കുറച്ച് മസാലാസ് ഒക്കെ എടുത്തിരുന്നല്ലോ, ബാക്കി മസാല എല്ലാം കൂടെ കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇനി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ സോയ ചങ്ക്സ് അതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സോയാ ചങ്ക്സ് ഡയറക്റ്റ് അതിനകത്തേക്ക് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒഴിക്കരുത്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നിങ്ങളൊരു തവണ അത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഡയറക്റ്റ് ഇടുന്നതും അല്ലാതെ നമ്മൾ ഇതുപോലെ ഒന്ന് വഴറ്റി ഇടുന്നതും തമ്മിലുള്ള ഒത്തിരി ചേഞ്ചസ് ഉണ്ട് കേട്ടോ. പലപ്പോഴും ഞാൻ സോയ ചങ്ക്സ് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ആക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഇതുപോലെ ചെയ്യുന്നത് കൊണ്ടാണ് അതിൻ്റെ ടേസ്റ്റ് വേറൊരു ലെവലിലേക്ക് നിൽക്കുന്നത്. ഓൾറെഡി ഇത് തിക്ക് ഗ്രേവിയാണ്, ഒരുപാട് ഗ്രേവിയുള്ള ഒരു കറിയല്ല. ഇന്ന് എൻ്റെ കയ്യിൽ ഇല്ലാതെ പോയ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയിലയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇത് മല്ലിയില യൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്ന കുറച്ച് കരിവേപ്പിലയാണ്. മല്ലിയിലയും കരിവേപ്പിലയൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ല, അപ്പം അങ്ങനെയുള്ളവർക്ക് കരിവേപ്പില യൂസ് ചെയ്യാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഉള്ളവർക്ക് ഒത്തിരി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ മല്ലിയുടെ ആ ഒരു ടേസ്റ്റും കൂടെ വന്നാൽ. ഇതിനകത്ത് എൻ്റെ അതിനകത്ത് ശക്കല ഉപ്പ് കുറവുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് അതിനകത്ത് ആഡ് ചെയ്യാനേ, ചൂടാക്കാനായിട്ട് വെള്ളം വെച്ചിരുന്നു, അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്നുമില്ല, ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ തീ കൂട്ടിയിടുക. അത് കഴിഞ്ഞ് ഇനി ഈ വെള്ളം എല്ലാം കൂടെ കൂടി നന്നായിട്ട് സോയ ചങ്ക്സ് എടുത്ത് വെച്ച പാത്രമാണ്, അതും കൂടെ ഒന്ന് ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് നമ്മുടെ ഗ്രേവി എത്ര വേണമെന്നനുസരിച്ച് ഒന്ന് വറ്റി കുറുകി റെഡിയായി വരണം. ആ ഒരു സമയം നമ്മൾ ഇതിനകത്ത് കൊടുക്കുക. നമ്മളുടെ കറി ഒരുമാതിരി വറ്റിയിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് കൂടുതൽ ഇതാക്കണ്ട, കാരണം നമുക്ക് ചപ്പാത്തിക്കല്ലേ ഞാനിന്ന് യൂസ് ചെയ്യണം ചപ്പാത്തിക്കാണ്. അല്ല, നിങ്ങൾ ചോറിനാണ് ഡ്രൈ സബ്ജിയാണ് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതിന് ഒരു ശകല ഗരം മസാല ഒന്ന് തൂക്കി കൊടുത്തേക്കുക. ഒത്തിരി അല്ല കേട്ടോ, ഒരു ശകല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ അതും കൂടി അതിനകത്തേക്കൊന്ന് ചെയ്തേക്കുക. വേണമെങ്കിൽ മാത്രം കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി, ഇത് നിർബന്ധമുള്ളതൊന്നുമല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിതിനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു. അതിൻ്റെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ, ഭയങ്കര നല്ല സ്മെല്ലാണ് അത് കാരണം നെക്സ്റ്റ് ടൈം എന്തായാലും സോയ ചങ്ക്സ് കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എല്ലാവരും നിങ്ങളത് കാണുന്നുണ്ട്, ഓക്കെ ഫൈൻ, ഞാൻ സമ്മതിച്ചു. പക്ഷെ അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യും. അതിൻ്റെ കൂടെ ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുകയും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരം. അപ്പം നമ്മൾ ഈ ചെയ്യുന്നതിന് ഒരു സന്തോഷമുണ്ടല്ലോ, അത് കിട്ടുന്നത് മിക്കവാറും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഭവമായിട്ട് നമുക്ക് കാണാം. എന്നിട്ടുള്ളവർ പറയട്ടെ എൻ്റെ ഭർത്താവ് മോഡേൺ ആണെന്ന്. കാണാൻ ചെറുതാണേ ഉള്ളൂ.